ഇവന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നമ്മളൊരു നല്ല ബന്ധമുള്ള മനുഷ്യന്. അങ്ങനെ ഒരു ഇവൻ ഗുണ്ടാ ലിസ്റ്റിലെല്ലാം പോയി നമ്മൾ തന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തു. നമ്മളെ പാർട്ടിക്ക് തന്നെ കുറേ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് ഞാൻ പുറത്തിറക്കി. ലീഗിൻ്റെ വൻ പരിപാടികളും നാദാവരുതും എന്ത് പ്രശ്നം ഏടെ ഉണ്ടെങ്കിലും ഒന്ന് ഇവനുണ്ടാവും. ഇവനെല്ലാവരും പ്രൊട്ടക്ട് ചെയ്യും. ഈ പൈസക്കാരായാലും പാർട്ടി പ്രവർത്തകരായാലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് ഇവനുണ്ടാവും. അതുകൊണ്ട് ഇവനെല്ലാവർക്കും ആവശ്യമുണ്ട്. ഇത് ലീഗിന്റെ സജീവ പ്രവർത്തകനാണെന്ന് കാണിക്കുന്ന ഇവരെ ലീഗിന്റെ ഒരു ഫ്രണ്ട് ലൈനാണിത്. ഒരു സമ്മേളനത്തിന്റെ അതേപോലെ അറബി വേഷം പോലെ കെട്ടിയത് ആളാണ്, പ്രതിയാണ് സംഭവം. എന്ത് ലീഗുകാർ പറയുന്ന ഇവരില്ലാന്ന് പറയുന്നുണ്ട്, ഇവനില്ലാന്ന്. പക്ഷെ ഇവർ 6 മാസമായിട്ടാണ് തൂണയിൽ നടന്നിട്ട്. അതിൽ ഫ്രണ്ടിൽ കണ്ണും കൈ കൊണ്ടില്ലെങ്കിൽ ഫ്രണ്ടിൽ ഇവനാണുള്ളത്. ഇവൻ നയിക്കുന്നത് യൂത്ത് ലീഗിന്റെ പരിപാടിയിൽ ഫ്രണ്ടിൽ നമ്മളെല്ലാം കണ്ടതാണ് തൂണയിൽ വെച്ചിട്ടുള്ളത്. ഇവനെ ഈ നാട്ടിലുള്ള ആൾക്കാരാണ് ഇവനെ വളർത്തി കൊണ്ടുവന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവനെ ഇറക്കി കൊടുക്കുവാനും എല്ലാത്തിനും ഇവിടെ ആൾക്കാരുണ്ടാവും. ഒരു വർഗീയം തന്നെ ആക്കി കളഞ്ഞ്. ഒരു 10 മിനിറ്റ് മാത്രമേ ഈ സംഭവം നടന്നിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും പരിക്ക് പറ്റി. ഇത് ഒരു 4 മാസം മുന്നിട്ട് ഇതേപോലെ തന്നെ ഈ വീട്ടിൻ്റെ ഇവിടെ നിന്ന് തന്നെ ചെറിയൊരു സംഭവമാണ്. കുട്ടികൾ തമ്മിൽ അങ്ങനെ നാദാര സ്റ്റേഷനിലേക്ക് പോയി ഞങ്ങളെല്ലാം കൂടി മധ്യസ്ഥം പറഞ്ഞ് തീർത്തിനായിരുന്നു. ഒരു ഇതേപോലെ അടിപ്രശ്നം, വണ്ടി തട്ടിയെന്ന് പറഞ്ഞ പ്രശ്നം. അങ്ങനെ അടി തീർത്ത് കഴിഞ്ഞാൽ ഞാൻ റോഡ് മേലുണ്ടായിരുന്നു. ഞാനും ഇസ്മായിൽ, സിദ്ദീഖ് ഞങ്ങളുടെ കൂടി നല്ല വർത്താനം, നല്ല കമ്പനിക്കാരാണ്. എൻ്റെ വീട്ടിന് മുമ്പിൽ തന്നെ സിദ്ദീഖിൻ്റെ വീട്. ഒപ്പരം കളിച്ച് വളർന്നു തന്നെയാണ്. അന്നേരം എന്നോട് ഇനിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ തട്ടുന്നു. അന്നേരം ഞാൻ ഇവിടെ വന്ന് പീടികയിൽ വന്ന് നമ്മളെ കമ്പനിക്കാരോട് പറഞ്ഞിട്ടോ ഇങ്ങനെ സംഭവമുണ്ട്. സ്റ്റേഷനിൽ പറഞ്ഞു തീർക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞതാണ്, ഞങ്ങൾ കുറെ കാലം ഇങ്ങനെ കളിച്ചതാണ്, ഞങ്ങളൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്, നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് കളി ഇപ്പം കൂടിയിട്ടുണ്ട്, ഇനിയും നിങ്ങളിങ്ങനെ ഞങ്ങളെക്കുള്ള കളിക്കുകയാണെങ്കിൽ ഞാൻ ഇറങ്ങും, എന്നെ ഒന്നിനെ തട്ടിയിട്ടേ പോകുന്നുള്ള രീതിയിലുള്ള സംസാരം ഈ പ്രതിയായിട്ടുള്ള ഇസ്മായിലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആ ഭാഗത്തുള്ള കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അല്ല, അവര് വെച്ചാല് അവര് ലീഗ് CPM അവർ തമ്മിൽ അധികം സംഘർഷങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ അതിന്റെ അകത്ത് ഇടപെടലില്ല. ഇതൊരു അത്ര രീതിയിലേക്ക് പോയിട്ടില്ല. ഒരു ബൈക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബൈക്ക് പൊടിപാറ്റി പറഞ്ഞാണ് ഇവർ തുടങ്ങിയത്. ഇവരെ ഉള്ളിലുള്ള മുൻ വൈരാഗ്യം അതൊരു കാരണമാക്കിയിട്ട് അവർ പ്രയോജനപ്പെടുത്തിയോണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സംഭവത്തിൽ ഞാനില്ല ഇപ്പൊ പക്ഷെ കുറച്ച് വർഷത്തിന് ശേഷം നമ്മൾ പോയിട്ട് പെട്ടെന്ന് രണ്ട് ബൈക്കാക്കുന്നത് സംഭവം. ലീഗാറൊന്നും ചെയ്യൂല എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതും ഇവിടെ തകർത്തു പോയി. അതോടൊപ്പം വളരെ ദുഃഖകരമെന്ന് വെച്ചാൽ നമ്മളെ ഒരു പാർട്ടി നിലപാട് എന്തെന്നാ ഈ പ്രശ്നത്തില്. ഇപ്പൊ CPM ലീഗ് ആണെങ്കിൽ ഓക്കെ, നമ്മൾ അതിന്റെ അത്ര ഇടപെടേണ്ട ആവശ്യമില്ല. 2 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ മൃഗീയമായിട്ട് വെട്ടിയും കുത്തിയും പരിക്കേൽപ്പിച്ചിട്ട് പാർട്ടി അതിന് വേണ്ടിയിട്ട് ഒരു ശബ്ദം ഒരു സ്ഥലത്ത് പോലും ഒരു പ്രസ്താവനയിൽ പോലും ഇറക്കിയില്ല. വളരെ ഖേദകരം. നമ്മളോട് വളരെ കുറച്ച് യൂത്ത് കോൺഗ്രസ് തന്നെ ഒരു 50-ൽ താഴെ കോൺഗ്രസ്സുകാരെ ഈ പ്രദേശത്താകെ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തന്നെ ഇവിടെ നേരത്തെ അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ട് ഞാനും ഞങ്ങളെ 5-8 ആൾ കൂടിയിട്ട് ശ്രീനോട്ടന്റെ സ്ഥലം ഇത് ശ്രീനോട്ടൻ മത്സരിച്ച്, പിന്നെ ശാരദാജിമാർക്ക് വേണ്ടി ഞങ്ങൾ പഞ്ചായത്തിൽ മത്സരിച്ചു മുപ്പറ. എന്നിട്ടും 135 വോട്ട് CPM-ന്റെ അടുത്ത് ഞങ്ങൾ പിടിച്ചെടുത്തിട്ട് ഒരു കള്ള വോട്ടിന്റെ പ്രശ്നം തന്നെയാണ്. പക്ഷെ അതിന്റെ കേസെല്ലാം എന്താ നമ്മളെ എന്റെ രാജേഷും ശാരദാജിന്റെ ഡ്രൈവർ 81 നാദാപുരം മേഖലയിൽ 551 305 രാജേഷ് നമ്പർ. പോലീസ് 81 മൊഴി കൊടുത്തോ? 11 89 44 10. പിന്നെ ഇവിടെയുള്ള കുറെ ആൾക്കാരുടെ പേരിൽ കേസുണ്ട്. അങ്ങനെ പാർട്ടി നോക്കിയിട്ടല്ല, പക്ഷെ ഇവിടെ ഉള്ള ഒരൊറ്റ ആളും ഈ 7 ആളുകള് എന്റെ വീടായത് എന്റെ അനിയ എന്റെ കൂടെ ഉള്ളത്. പിന്നെ അതിന്റെ വീടിന് നേരെ മുന്നിലുള്ള ഒരു അഭിലാഷുണ്ട്, ഓനാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഇവര് അനിയനും ഇവരും കൂടിയിട്ട് ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിലുള്ളത്. ഇവരെല്ലാം ഹോസ്പിറ്റലിലാണ്. പക്ഷെ പലരുടെയും പേരിൽ കേസുകൾ ഉണ്ടെന്നുള്ള ഒരു ശ്രദ്ധ വേണം ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് പക്ഷെ ഇവിടെ ഇല്ലാത്ത ആൾക്കാര് ആക്രമിക്കപ്പെട്ട ആൾക്കാരുടെ കൂടെ അധിക പേര് ഹോസ്പിറ്റലുള്ളത്. വിലാപയാത്രന്റെ കൂടെ ബോഡി കൊണ്ടുവരുമ്പോൾ പോലും ഇവരൊന്നും തിരിച്ചു വരാനായിട്ടില്ല.
8 പേരോളം എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ. എന്നുവെച്ചാൽ അന്നേരം ഒരാൾ നില ക്രിട്ടിക്കലായിരുന്നു. അതുകൊണ്ട് ആ രീതിയിലായിരുന്നു ഹോസ്പിറ്റലിലുള്ളത്. അതൊന്നും കാര്യമായിട്ട് നോക്കാം. അനിയൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ പേടിച്ച് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വീട്ടിൽ വരുന്നില്ല. അവനിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുള്ളൂ. അതെ അതാ പറഞ്ഞത്. കുഞ്ഞിൻ്റെ എല്ലാം പറഞ്ഞു. നമ്മൾ തന്നെ ഇവിടെ കൈ തന്നാലാണ് ശ്രീനോട്ടം നല്ലോണം അറിയാം. ചെറിയൊരു കുടുംബം കാര്യം അച്ഛൻ ഞങ്ങൾ 3-5 പേരുണ്ട്. ചെറിയൊരു തന്നെ പണി തന്നെ അത്യാവശ്യം കാര്യത്തിൽ ഇപ്പം നിലവിൽ വലിയ വർഗീയ ഞാൻ അസൽ പണിയും സാധാരണ ഡ്രൈവറോ രണ്ടും കൂടിയാണ്. അപ്പൊ സാറേ ഇവർക്ക് ഒരു കുറച്ച് ദിവസം ജോലിക്കൊന്നും പോകാൻ അവരെ ഇവരെടുത്തിട്ടാണ് വീട്ടിൽ കഴിയുന്നത്. അപ്പൊ എന്തെങ്കിലും സാമ്പത്തിക ചെറിയൊരു ഗോദാവരി മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് CPM ലീഗും അവസാന ഘട്ടത്തിൽ ഒരു ടേബിളിന്റെ മുന്നിൽ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് കേസുകളൊക്കെ പിൻവലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മളെ 2 പ്രവർത്തകന്മാരും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായ അന്വേഷണം ഇങ്ങനെ 100% ശക്തമായ ഒരു അന്വേഷണം ഇതിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇതുവരെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിട്ടില്ല. ഇവിടെ ഇതിന്റെ മുന്നിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം. നിങ്ങൾ പറഞ്ഞ ഈ കള്ളക്കേസുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഡീറ്റെയിൽസ് കൃത്യമായി നിങ്ങൾ ശേഖരിക്കണം. ശേഖരിച്ച് ഇവിടെ തന്നെ ആളെ പേര് എനിക്ക് തന്നെ എനിക്ക് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ആളെ പേര് ഒന്നെൻ്റെ അനുജൻ തന്നെയാണ്. അനുജൻ എൻ്റെ